അങ്ങനെ ടോയ്ലറ്റ് എപ്പോഴും വൃത്തിയാണ്. വീടിന്റെ അകത്ത് കുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ചാൽ അതെങ്ങനെ ശുദ്ധിയാക്കണം ഉമ്മമാർ പഠിച്ചിരിക്കണം. ഇന്ന് പല സ്ത്രീകളും ചെയ്യലെന്താ, ഒരു കുഞ്ഞ് ഇതുപോലെ ഉറച്ച തറയിൽ മൂത്രമൊഴിച്ചാൽ, ഇപ്പൊ സിമന്റെങ്കിലും ഇല്ലാത്ത വീട് കുറവായ നമ്മുടെ നാട്ടിൽ, അവിടെ ഒരു കുഞ്ഞ് മൂത്രമൊഴിച്ചാൽ അതെങ്ങനെ വൃത്തിയാക്കുക? ചിലരൊരു പാട്ട വെള്ളം കൊണ്ടുവന്ന് അതിൽ പാരും, എന്നിട്ട് ഒന്നായിട്ട് അവിടെ തേമ്പോ. അപ്പൊ എന്തായി? ആ സ്ഥലം ഒന്നായിട്ട് നജസായി. ഇനി അത് ഉണങ്ങിയാലും അവിടെ ശുദ്ധിയാവുമല്ല. ആരെങ്കിലും നനഞ്ഞ പോതുകൊടുത്ത കാലുമായിട്ട് അതിനെ ചവിട്ടിയങ്ങ് പോയാൽ അയാളെ കാല് നേസായി, നിസ്കാരം ബാത്തിലായി. വീട് ഭരിക്കുന്നത് പഠിച്ചില്ലെങ്കിൽ അവിടുത്തെ നിസ്കാരം പോലും ബാത്തിലാക്കിയതിന്റെ കുറ്റം പെണ്ണുങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് സൂക്ഷിക്കണം, എങ്ങനെ അത് വൃത്തിയാക്കണം. വേറെ ചിലർ ഒരു പാട്ടയെ വെള്ളമെടുത്ത് വരും, എന്നിട്ട് അതിലൊന്ന് കൈയിട്ട് ആ നിലത്തൊന്ന് തുടച്ച് വീണ്ടും അതിലേന്ന് കഴിയും. അല്ലെങ്കിൽ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒരു ശീല എടുക്കും, ആ ശീല ഒന്ന് നനച്ചിട്ട് മൂത്രത്തിൽ തുടക്കും, ആ ശീല വീണ്ടും ബക്കറ്റിലിടും. അതൊക്കെ നേസാകാണ്. പിന്നെ എന്താ അതിനുള്ള മാർഗം? ആദ്യം ഈ മൂത്രമോ കാഷ്ടമോ തടി, നജസിന്റെ തടി, അതിനെ നീക്കം ചെയ്യാൻ വേണ്ടത് അതൊരു ഉണങ്ങിയ ശീല കൊണ്ട് മൂത്രം ഒപ്പിയെടുക്കാൻ. അതോടെ ഈ നജസ് മുഖഫഫ് എന്ന ഘട്ടത്തിലേക്ക് മാറുകയാണ്. നജസ് മുഖഫഫായി. ഇനി അത് ഉണങ്ങിയ സ്ഥലത്ത് എല്ലായിടത്തും എത്തക്കത്ത വിധം വെള്ളമൊഴിച്ചാൽ ആ സ്ഥലം വൃത്തിയായി. നിങ്ങൾ തുടച്ചാലും തുടച്ചില്ലൊക്കെ വൃത്തിയായി. മൂത്രത്തിന്റെ തടി എടുക്കാതെ അവിടെ വെള്ളം പാർന്നത് കൊണ്ട് വൃത്തിയാവില്ല. ആ വെള്ളം എത്തുന്ന സ്ഥലമൊക്കെ നേസാവും. അല്ലെ പിന്നെ 2 കുലത്ത് വെള്ളം ഒന്നായിട്ട് പാർന്ന് കെട്ടി നിർത്തണം, അല്ലെങ്കിൽ ആ സ്ഥലം നജസ് മാറൂല. അത് സൂക്ഷിക്കുക. അങ്ങനെ നല്ല വൃത്തിയോടുകൂടെ റൂം, നമ്മളെ വീട് അത് പരിചരിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന റൂമാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ കാറ്റും വെളിച്ചമൊക്കെ കടക്കുന്നതോട് കൂടെ തന്നെ കുട്ടികളിൽ ഇപ്പം നമ്മളൊരു 7 മണിയാകുമ്പോൾ തന്നെ അവർ ഉറങ്ങും. ഉറങ്ങിയാൽ അവർ മൂത്രമൊഴിക്കും. മൂത്രമൊഴിച്ചാൽ പാത്രം വെച്ചു കൊടുക്കണം അടിയിൽ. ആ പാത്രത്തിലുള്ള മൂത്രം പലരും കരുതുന്ന ഇനിയിപ്പോ രാവിലെ എഞ്ഞും പാത്തന്നല്ലേ, രാവിലെ എടുത്ത് ഒഴിവാക്കാം എന്ന് കരുതും. അത് അപകടകരമാണ്. ഈ മൂത്രം അവിടെ നിന്ന് ബാഷ്പീകരിക്കും, അത് വായുവിൽ കലരും, അത് കുട്ടി ശ്വസിക്കും. ഒരു കാലത്തും ഈ കുട്ടിയുടെ കഫക്കെട്ടും കൊരയും പനിയും മാറൂല. ഇത് പെട്ടെന്ന് പുറത്ത് ഒഴിവാക്കണം. എത്രത്തോളം ഒരു നനഞ്ഞ തോർത്തുമുണ്ട് പോലും ചെറിയ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന റൂമിൽ ആറിയിട്ടാൽ അതിൽ നിന്ന് ബാഷ്പീകരിക്കുന്ന ജലകണങ്ങൾ മതി ആ കുട്ടിക്ക് ജലദോഷമുണ്ടാക്കാനും കഫക്കെട്ടുണ്ടാക്കാനും. അതുകൊണ്ട് ചെറിയ മക്കൾ ഉറങ്ങുന്ന റൂമുകളുടെ ആരോഗ്യസ്ഥിതി നമ്മൾ എപ്പോഴും ജാഗ്രതയോടെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അങ്ങനെ വൃത്തിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. സുബ്ഹാനല്ലാഹ്, ചില വീട്ടിലൊക്കെ അടിപിടി ഉണ്ടാലപ്പോഴാ സമാധാനം വീട്ടിൽ നിന്ന് ഇല്ലാതെയായി പോയാൽ ഈ മാലിന്യവും നേസും വൃത്തികേടും തന്നെയാണ്. നമ്മൾ നോക്കുങ്ങൾ നല്ലൊരു തുണിങ്കുപ്പായൊക്കെ വൃത്തിയായി തേച്ചിട്ട് ഒരു KSRTC അവിടെ കയറി ചാരിയിരുന്നു. ഇപ്പൊ KSRTC ഒക്കെ വൃത്തി കൂടി വരുന്നുണ്ട് ഈ മലബാർ വന്നോടുകൂടെ അല്ലേ. ഇനി അങ്ങ് ചാരി ഇരുന്ന് നോക്കുമ്പോ എന്താ ഉണ്ടായത്? അതിന്റെ ഒരു ഫോട്ടോ കോപ്പി നമ്മളെ പുറത്ത്. ഇതെങ്ങാനും നമ്മൾ കണ്ടാൽ അന്ന് എന്തൊരു അസ്വസ്ഥതയായിരിക്കുമല്ലോ, എന്ത് വല്ല സമാധാനം ഉണ്ടാവും. അങ്ങനെ ഞെളിഞ്ഞു വരും. പക്ഷെ ഇതാരും കാണാതിരിക്കട്ടെ, ഇതൊന്ന് കഴിച്ച് മാറിയാലല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത് വൃത്തികേടിന്റെ സ്വഭാവമാണ്. ഇമാമുന ശാഫി റളിയല്ലാഹു തആല നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മൻ നളുഫ സൗബുഹു അല്ലഹമ്മുഹു വമൻ തബരിഹു സാദ അഖ്ലുഹു. ആരുടെയെങ്കിലും വസ്ത്രം എപ്പോഴും വൃത്തിയുള്ളതായാൽ അവന്റെ ടെൻഷൻ വളരെ കുറയും. ടെൻഷൻ ഉണ്ടാവും. വസ്ത്രത്തിൽ മാലിന്യം ഉണ്ടാകുക ഭയങ്കര ടെൻഷൻ തന്നെയാണ്. വമൻ തബരിഹു സാദ അഖ്ലുഹു. നല്ല സുഗന്ധം ഉപയോഗിച്ചാൽ അവന്റെ ബുദ്ധി വർദ്ധിക്കും, നല്ല ആലോചനാശേഷി ഉണ്ടാവും. സുഗന്ധം ഉപയോഗിക്കാം. പക്ഷെ റമളാന്റെ പകലിൽ അത് പാടില്ല കേട്ടോ. രാത്രി അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ വീട്ടിന്റെ ഉള്ളിലെ വൃത്തി, ആ വൃത്തികേട് പല വീട്ടിലും കുടുംബങ്ങൾ തമ്മിൽ കലഹത്തിന് കാരണമാവും. ചിലപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേശപ്പുറത്ത് എല്ലാ വിഭവങ്ങളും ഉണ്ട്, ഒക്കെ റെഡിയാണ്. അങ്ങനെ പ്ലേറ്റ് എടുത്ത് വെച്ച് ആഹാരം കോരിയിടാൻ നോക്കുമ്പോഴാണ് പ്ലേറ്റിൽ അതാ കാണുന്നു ഒരു കയ്യൊപ്പ്. അത് ഖദീജ അടുപ്പിൽ കൈയിട്ട കൈകൊണ്ടൊന്ന് പിടിച്ചതാ പ്ലേറ്റ്. ഇത് കണ്ടപ്പോ തന്നെ മൂപ്പർക്ക് ചടച്ചു, ദേഷ്യപ്പെട്ട്. പിന്നെ ഏതായാലും ഈ ബിരിയാണിയൊക്കെ കണ്ടപ്പോ അത് മറന്നു, അത് മാറ്റി പിന്നെ അയാൾ ഇങ്ങനെ കോരിയിടുക. അങ്ങനെ കോഴിക്കറി പാരുമ്പോ ഈ കഷ്ണം ഇറങ്ങി വരുന്നത് കയറുമല, മുടി കുടിച്ചതാണ്.
എന്നാ ചോറ്റുള്ളോണ്ട് ഏറായിക്കും. വൃത്തികേട് കലഹമുണ്ടാക്കും, ഭയങ്കര ടെൻഷനും കലാപവും ഉണ്ടാക്കും. നല്ല വൃത്തിയും ശുദ്ധിയുമുണ്ടോ, ശാന്തമായ അന്തരീക്ഷം നമ്മളെ വീട്ടിലുണ്ടാകും. അത് വളരെ നമ്മൾ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ സമാധാനമുള്ള വീടായി നമ്മുടെ വീട് മാറണമെങ്കിൽ നല്ല അടുക്കും ചിട്ടയും നമ്മളെ വീട്ടിലുണ്ടായിരിക്കണം. എല്ലാറ്റിനും അടുക്കും ചിട്ടയും വേണം. നമ്മുടെ കുട്ടികളുടെ ഉടയാടകൾ, നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സുകൾ, ഇതിന്റെയൊക്കെ പേരിൽ വീട്ടിൽ എന്തെല്ലാം കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില പുരയിൽ നമ്മൾ രാവിലെ ചെന്ന് നോക്കിയാൽ ഭയങ്കര ബഹള. ഒരു ഭാഗത്തുനിന്ന് ഒരു കുട്ടി നിലവിളിക്കുന്നു. എന്താ പറയുന്നത്? ഇന്റെ തുണി കാണുന്നില്ലോ എന്നൊരുത്തൻ. അവൻ വേറെ ആളിന്റെ പാന്റ് കാണുന്നില്ലോ, എന്റെ മഫ്ത കാണുന്നില്ലോ എന്ന് വരും. എന്റെ പെൻസിൽ കാണുന്നില്ല എന്ന് 4 എണ്ണം ഉള്ളത് 4 കോലത്തിൽ. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ബാപ്പക്ക് ഇങ്ങോട്ട് ഈറ പിടിക്കും. മൂപ്പര് വരി ചെവി, അനക്ക് എപ്പോഴും എന്റെ പെൻസിൽ കാണൂലല്ലടാ, ഇങ്ങനെ നാട് കൊടുത്താൽ അങ്ങനെ ഓടിയോ കൂടി വരിക എന്നല്ലാതെ കുറയോ ഇല്ല. അപ്പൊ അതിന്റെ അടുക്ക് ഉമ്മ ആകെ ബേജാറായി കഷ്ടപ്പെട്ട് അടുക്കളയിൽ പോയി അവിടെ പോയി ഒക്കെ പാടെ തപ്പിപ്പിടിച്ച് ഇതെല്ലാം കൂടി എടുത്തു കൊടുക്കാൻ വേണ്ടി വരുങ്ങ. അപ്പോഴാ വാപ്പന്റെ വിളി, അല്ല ഒന്നും ഇങ്ങോട്ട് കാണുക. എന്തേന്ന് വെച്ചു, ഒന്നും ഇങ്ങോട്ട് വാ, എന്നോടല്ലേ പറഞ്ഞു. അപ്പൊ ഇവളെ കയ്യിലാണെങ്കിൽ പത്തിരി മറിച്ചിടാനുള്ള ചട്ട കണ്ട് മറ്റേ കയ്യിൽ കത്തി ഉണ്ട്, ഇതൊക്കെ പാടായിട്ട് അവള് നിൽക്കുന്നു. അതിന്റെ അടുക്ക് മൂപ്പരൊരു വിളിയാ പുറത്ത്. അപ്പൊ പോയി നോക്കുമ്പോ എന്താ, മൂപ്പർക്കൊരു സ്വഭാവമുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് ആ പത്രം കിട്ടി ഹത്തം തീർത്തിട്ടല്ലാതെ ഒരു പ്രവൃത്തിയും വേറല്ല. അങ്ങനെ കാലിന്റെ മേലെ കാല് കയറ്റിച്ച് ആ കാല് സ്റ്റൂളുമ്മൽ തിരികെ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേ അതിന്റെ ഉള്ളിലെ പേജ് മുറ്റത്തുകാട് വീണതാ. അതെടുക്കാൻ അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ ഓളെ വിളിക്കുന്നത്. അങ്ങനത്തെ കാക്കാരും ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. കൊടുവള്ളി അങ്ങനൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കുട്ടികൾ ഈ ബഹളവും കരച്ചിലൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്കൊന്ന് കൂടി കൊടുത്തൂടെ? ഇന്നുമില്ല. പക്ഷേ ബഹളമില്ലാതിരിക്കാൻ നേരത്തെ ശ്രദ്ധിച്ചാൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. അതിനെന്താ ചെയ്യാ? ഇപ്പൊ സ്കൂളും വിട്ട് കുട്ടികളുടെ വരും, അതൊരു വരവാ. കാരണം ഈ ലോഡും പേറി വരേണ്ട കുട്ടികൾ ഇത് എങ്ങനെങ്കിലും ഒന്ന് ഇറക്കി വെക്കണമല്ലോ. അപ്പൊ കുട്ടികൾ ഓടി വന്ന് ഇത് വീട്ടുമുറ്റത്താട്ട് ഇടുകയാണ്. എന്നിട്ട് കെട്ടെന്തും മട്ടലും എടുത്തിട്ട് ഇവര് ക്രിക്കറ്റ് കളിക്കാനാണ്. അതിട്ടു പോയാൽ അവിടെ വേറെ ചെറിയ കുട്ടികളുണ്ടാവും, 2-2.5 വയസ്സുള്ള. ഓന്റെ ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ട്. പിന്നെ ഈ ബാഗ് അത് തുറന്നിട്ട് ഓന് വേണ്ട പെൻസിലും സ്ലേറ്റും ഒക്കെ ഓനെടുത്ത് വേറെ പോയി. പിന്നെ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോഴാണ് ഇത് തെരഞ്ഞാ കാണുമോ, നിലവിളി ഉണ്ടാവൂലേ? അപ്പൊ ഉമ്മമാരൊരു ചിട്ട, ഒരടുക്കുണ്ടാക്കുക. എന്താണത്? ഈ വിഭവങ്ങൾ കുട്ടികൾ കൊണ്ടുവന്ന് മുറ്റത്തിട്ടാൽ അല്ലെങ്കിൽ കോലായിൽ എറിഞ്ഞാൽ അവനോട് തന്നെ പറയും, മോനെ എടുത്തിട്ട് അവന്റെ ബുക്ക് വെക്കാൻ ഒരു മേശപ്പുറം കാണിച്ചു കൊടുക്കുക. ഇനി മേലിൽ ഇവിടെ മാത്രമേ വെക്കാവൂ, അവിടുന്നേ എടുക്കാവൂ. അങ്ങനെ ഒരു സിസ്റ്റം. ഡ്രസ്സ് അഴിച്ചിടുന്ന എവിടെങ്കിലും ഇടാൻ പാടില്ല. ഓരോരുത്തർക്ക് അയൽ നിർണയിച്ചു കൊടുക്കുക, ഇവിടെ മാത്രം വെക്കുക, ഇവിടുന്ന് എടുക്കുക. എന്നാ പിന്നെ രാവിലെ ഇതിന്റെ പേരിൽ ഒരു ബഹളം നമ്മളെ ആരുടെയും വീട്ടിലുണ്ടാവില്ല. ഈ അദബും മര്യാദ ഇതാ നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു. ഇതാ രക്ഷിതാക്കൾ അവരെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ പലതുമുണ്ട്. മാ നഹല വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഉമ്മയും ബാപ്പയും അവരെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട പെരുമാറ്റച്ചട്ടത്തെക്കാൾ മര്യാദകളെക്കാൾ വിലപ്പെട്ട ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല. അവർക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ ഇതാണ്. ഈ അടുക്കും ചീട്ടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക, അത് അവിടെ വലിച്ചെറിഞ്ഞ് ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ ആയാൽ നമ്മൾ അതിന്റെ പേരിൽ അസ്വസ്ഥരാവും. കുട്ടികളെ നേരത്തെ ശീലിപ്പിച്ചു കൊണ്ടുവരാം. അതുപോലെ തന്നെ വീട്ടിൽ ഓരോ സാധനങ്ങൾ വെക്കേണ്ടടുത്ത് വെക്കുക, അവിടുന്ന് എടുക്കുക. അങ്ങനത്തെ ഒരു ക്രമീകരണം ഉണ്ടാക്കണം. ചില പുരയില് മത്തി കൊണ്ടുവന്നാൽ കത്തി കാണൂല, അങ്ങനത്തെ പുരണ്ട്. കാരണം എന്താ? അത് ഇന്നലെ മുറിച്ചിട്ട് തെങ്ങിൻ ചോട്ടിൽ വെച്ച് പോന്നതാ.